നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും അത്യാഗ്രഹിയായ വ്യക്തിയെ സങ്കല്പിക്കുക. തങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ലോകം തങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നുവെന്ന് കരുതുന്ന, സ്വന്തം താല്പര്യങ്ങൾക്കായി മാത്രം ആളുകളെ ഉപയോഗിക്കുന്ന വ്യക്തി. അത്തരത്തിലുള്ള ആളുകളോടാണോ നിങ്ങൾ ഇടപഴകുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള ഒരാളാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അല്ല. സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത്യാഗ്രഹികൾ ചുറ്റുമുള്ളതിനാൽ വൈകാരിക മുറിവുകൾ പലരും ഇപ്പോഴും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ അത്യാഗ്രഹത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങളിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അത്യാഗ്രഹം ഒരു അർബുദമാണ്. അത് പരിശോധിക്കാതെ വിട്ടാൽ അത് നിങ്ങളെ ആത്മാവിനെ പിടികൂടും. ഒരിക്കലും അതിനെ തുടരാൻ അനുവദിക്കരുത്. എന്താണ് ഇതിന് ഒരു മറുമരുന്ന്? കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ പണം മനസ്സോടെ നൽകുമ്പോൾ, ദാനശീലത്തിന്റെ ജീവിതം നയിക്കുവാൻ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ അത്യാഗ്രഹത്തിന്റെ ശക്തി നിങ്ങൾ തന്നെ തകർക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.